ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനം ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടേണ്ട ദിവസമായിരുന്നപ്പോൾ രാജ്യം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ നിഷ്കരണം വിഭജിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റിനും 1948 മാർച്ചിനും ഇടയിൽ 4.5 ദശലക്ഷം ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായി. 6 ദശലക്ഷം മുസ്ലിങ്ങൾ എതിർദിശയിലേക്ക് നീങ്ങി. മൊത്തത്തിൽ 10 ദശലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ടു. 1 ദശലക്ഷം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വിഭജനം സംഭവിച്ചത്? എന്തായിരുന്നു അതിനു പിന്നിലെ കാരണങ്ങൾ? ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾ പരിവേഷണം ചെയ്യാം. തീർച്ചയായും മുഴുവൻ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തുക. പൊളിച്ചെഴുതാൻ ധാരാളം കഥകളുണ്ട്. പക്ഷെ നമുക്ക് ഡോക്യുമെന്റ്സ് ചരിത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 1947 ഓഗസ്റ്റ് 14 മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യം വിഭജിക്കാനുള്ള തീരുമാനമെടുത്തത്. ജൂലൈ 18 ബ്രിട്ടൻ രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ വിഭജന പദ്ധതിക്ക് അംഗീകാരം നൽകി. ഇതിനു മുമ്പ് ബ്രിട്ടീഷ് പാർലമെന്റ് ജൂലൈ 5 നിയമം പാസാക്കി. 1947 ജൂൺ 3 ലൂയിസ് മൗണ്ട് ബാറ്റൻ റേഡിയോയിലൂടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഈ പദ്ധതി മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവസാനം വരെ 2 പ്രമുഖ നേതാക്കൾ മാത്രമാണ് വിഭജനത്തെ പൂർണ്ണമായും എതിർത്തത്. മഹാത്മാഗാന്ധിയും ഖാൻ അബ്ദുൾ ഗഫാർ ഖാനും സർദാർ പട്ടേലും ജവഹർലാൽ നെഹ്റുവും പോലുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളും ജൂൺ 3 വിഭജന പദ്ധതി അംഗീകരിച്ചു. പക്ഷേ പിന്നീട് 1947 ഏപ്രിൽ 1 വിഭജനം ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ട് ഗാന്ധി മൗണ്ട് ബാറ്റനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അത് തടയാൻ ദൃഢനിശ്ചയം ചെയ്ത ഗാന്ധിജി ജിന്നയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ സ്ഥാനം നേരത്തെ തന്നെ ജിന്നയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ജിന്ന അത് നിരസിക്കുകയും ചെയ്തു. ജിന്നയ്ക്ക് വീണ്ടും വാഗ്ദാനം ചെയ്തപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി ആ ഓഫർ നിരസിച്ചു. താൻ ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോൾ വിഭജനം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് അന്നത്തെ UK പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി തന്നോട് ഉപദേശിച്ചിരുന്നു. വിഭജനം തടയാൻ ശ്രമിച്ചവരിൽ വേവലും ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. 1945 ജൂണിലെ അദ്ദേഹത്തിന്റെ സിംല കോൺഫറൻസിലും വേവൽ പ്ലാനിലും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പ്രകടമാണ്. അതുകൊണ്ട് കഥ നമുക്ക് ആദ്യം മുതൽ തന്നെ ആരംഭിക്കണം. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതാണ് വിഭജനത്തിന് കാരണമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ സംസ്കാരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവർക്ക് ഐക്യത്തോടെ തുടരാൻ കഴിയില്ലെന്ന് വാദിക്കുന്നു. മുസ്ലിം ഭരണാധികാരികൾ അന്തർലീനമായ ദുഷ്ടരാണെന്നും ഹിന്ദു ഭരണാധികാരികൾ നീതിമാനാണെന്നും ഇതിനു മുൻകൈ എടുത്തവർ വിശ്വസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത്തരം കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധാരണകളാണ്. ചില മുസ്ലിം ആക്രമണകാരികൾ ക്രൂരന്മാരായിരുന്നു എന്നത് ശരിയാണെങ്കിലും അക്കാലത്തെ ഭരണാധികാരികൾക്കിടയിലെ മിക്ക യുദ്ധങ്ങളും മതത്തെക്കാൾ അധികാരത്തോടുള്ള അത്യാർത്തിയാണ് നയിച്ചതെന്നത് ഒരുപോലെ ശരിയാണ്. ഉദാഹരണത്തിന് മുസ്ലിം ഭരണാധികാരികൾ മറ്റ് മുസ്ലിം ഭരണാധികാരികളുമായി യുദ്ധം ചെയ്തു. 1-ാം പാനിപ്പത്ത് യുദ്ധം മുസ്ലിങ്ങളായ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. അതുപോലെ 1790 നടന്ന പഠാൻ യുദ്ധം മറാത്തകളും രാജപുത്രരും തമ്മിലായിരുന്നു. 1576 ഹൽദിഘട്ടി യുദ്ധം മതപരമായ സംഘട്ടനമാണെന്ന് തോന്നുമെങ്കിലും അക്ബറിന്റെ ആർമി നയിച്ചത് ജനറൽ രാജ മാൻസിംഗ് എന്ന ഹിന്ദുവായിരുന്നു. അദ്ദേഹം മഹാറാണ പ്രതാപിന്റെ ജനറൽമാരിൽ ഒരാളുമായിരുന്നു. അതുപോലെ കേർഷാ സൂരിയുടെ പിൻഗാമിയാണ് ഹക്കീം ഖാൻ സൂരി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതൊരു മതപരമായ സംഘട്ടനം അല്ലായിരുന്നു എന്നാണ്. ഭരണകർത്താക്കൾക്കപ്പുറം നോക്കിയാൽ സാധാരണക്കാരും അന്ന് ഇണക്കത്തിലായിരുന്നു. 1200-കളിൽ ജനിച്ച സൂഫി കവി അമീർ ഖുസ്രോ ഹൈന്ദവാഘോഷമായ ഹോളിയെക്കുറിച്ച് ഇങ്ങനെ എഴുതി: അമ്മേ, ഇന്ന് വളരെയധികം സൗന്ദര്യവും നിറവുമുണ്ട്. അല്ലാഹുവേ, നീ എല്ലായിടത്തുമുണ്ട്. ഇതിന് വിപരീതമായി 1400-കളിലെ ഒരു ഹിന്ദു കവിയായ കബീർ തീവ്ര ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ വിമർശിച്ചു. ചിലർ റഹീമിനെ ആരാധിക്കുന്നു, ചിലർ രാമനെ ആരാധിക്കുന്നു. ഞാൻ വിനീതനായ കബീർ സ്നേഹത്തിന്റെ ആരാധകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ എന്നിവരുടെ ഭരണകാലത്ത് മുഗൾ കോടതികൾ ഈദും ഹോളിയും ആഘോഷിച്ചു. ഹോളിയെ ഈദ് ഇ ഗുലാബി, നിറങ്ങളുടെ ഉത്സവം എന്ന് പരാമർശിച്ചു. ദീപാവലി വിളക്കുകളുടെ ഉത്സവമായ ജഷൻ ഇ ചരങ്ക എന്ന പേരിൽ ആഘോഷിച്ചു. ഓർക്കുക, ഹിന്ദുമതത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ രാമചരിത മാനസ് എഴുതിയ തുളസീദാസ് രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത അക്ബറിന്റെ കീഴിലാണ് അത് ചെയ്തത്. ഇവയെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് മതഭ്രാന്തുകളല്ല, എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ആദരിക്കുന്ന സമൂഹത്തെ പറ്റിയാണ്. സംശയമില്ല. ഇതുകൂടാതെ അവധ് നവാബ് വാജിദ് അലി ഷാ കഥക്, അതായത് ഒരു ഇന്ത്യൻ നൃത്തരൂപം പഠിച്ചു.
കൂടാതെ കൃഷ്ണലീല അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തനാണ്. ഒരിക്കൽ ഹോളിയും മുഹറവും ഒരേ ദിവസമായിരുന്നു. മുഹറം മുസ്ലിങ്ങളുടെ വിലാപദിനമായതിനാൽ ഹിന്ദുക്കൾ ആദരവോടെ ആ ദിവസം ഹോളി ആഘോഷിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതറിഞ്ഞ വാജിദ് അലി ഷാ പുറത്തുപോയി ഹോളി പരസ്യമായി ആഘോഷിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അവ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. കാരണം ചില മാധ്യമങ്ങളും രാഷ്ട്രീയ ഗ്രൂപ്പുകളും ഈ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ലാഭം നേടുന്നുണ്ട്. 1857 കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു. നിരവധി ഹിന്ദു മുസ്ലിം ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടി. അവരെല്ലാം ബഹദൂർ ഷാ സഫറിനെ തങ്ങളുടെ നേതാവായി അംഗീകരിച്ചു. ബ്രിട്ടീഷുകാർ കലാപത്തിൽ അഗാധമായി ഭയപ്പെട്ടു. അത്തരം കൂടുതൽ പ്രക്ഷോഭങ്ങൾ തങ്ങളുടെ ഭരണത്തിന്റെ അവസാനത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ഭയപ്പെട്ടു. തൽഫലമായി ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം സ്വീകരിച്ചു. ഇക്കാലത്ത് എല്ലാവരും തുല്യരാണെന്ന് ഊന്നിപ്പറയുന്ന അദ്വൈത വേദാന്ത സങ്കല്പം ഇന്ത്യക്കാർക്കിടയിൽ പ്രബലമായിരുന്നു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം നന്നായി മനസ്സിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിത്തറയിലേക്ക് നോക്കേണ്ടതുണ്ട്. ഒരു ആത്മീയ വ്യക്തിയായിരുന്ന ബ്രിട്ടീഷ് ഓഫീസർ A.O. ഹ്യൂമിന്റെ സഹായത്തോടെയാണ് കോൺഗ്രസ് സ്ഥാപിതമായത്. 1857 കലാപത്തെക്കുറിച്ച് അദ്ദേഹം ധീരമായ ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങളെയും ഇന്ത്യക്കാരോടുള്ള മോശമായ പെരുമാറ്റത്തെയും വിമർശിച്ചു. തൽഫലമായി അദ്ദേഹം തരം താഴ്ത്തപ്പെടുകയും ഒടുവിൽ രാജിവയ്ക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ കവിതയായ ഓൾഡ് മാൻസ് ഹോപ്പ് എഴുതി ഇന്ത്യക്കാരെ സ്വന്തം സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയതയുടെ ഒരു കേന്ദ്ര സംഘടനയായി മാറി. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് ഗവൺമെന്റിൽ കൂടുതൽ പങ്കാളിത്തത്തിനായി വാദിച്ചു. തുടക്കത്തിൽ വൈസ്രോയി ഡെഫറിൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ആരംഭം. എന്നാൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. രാഷ്ട്രീയതര സാമൂഹിക പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ കോൺഗ്രസ് അനുസരിച്ചില്ല. തൽഫലമായി സമ്പന്നരെ അവരുടെ പിന്തുണ പിൻവലിക്കാൻ പ്രേരിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്ക് കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന നിയമം കൊണ്ടുവന്നു. വിദ്യാഭ്യാസ വീക്ഷകൻ സയ്യിദ് അഹമ്മദ് ഖാൻ, ഭാഷാ പണ്ഡിതൻ ശിവപ്രസാദ് തുടങ്ങിയ ബ്രിട്ടീഷ് അനുകൂല വ്യക്തികളിൽ നിന്ന് സഹായം തേടിക്കൊണ്ട് ഡെഫറിൻ കോൺഗ്രസിന്റെ സ്വാധീനം തകർക്കാൻ ശ്രമിച്ചു. 1887 സയ്യിദ് അഹമ്മദ് ഖാൻ കോൺഗ്രസിന്റെ ആവശ്യങ്ങളെ എതിർത്ത് പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ ICS പരീക്ഷകൾ നടത്തുക, ബ്രിട്ടീഷ് ബജറ്റിൽ ഇന്ത്യക്കാർക്ക് കുറച്ച് സ്വാധീനം നൽകുക, മുസ്ലിങ്ങൾ അപകടത്തിലാണെന്നും ബ്രിട്ടീഷുകാർ പോയാൽ ഹിന്ദുക്കൾ അവരെ അടിച്ചമർത്തുമെന്നും അദ്ദേഹം ദ്വിരാഷ്ട്ര സിദ്ധാന്തം വാദിക്കാൻ തുടങ്ങി. ഫ്രഞ്ച്, പോർച്ചുഗീസ്, ജർമ്മൻ ആക്രമണകാരികൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരോട് മോശമായി പെരുമാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചുരുക്കത്തിൽ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷ് ഭരണത്തെയും പിന്തുണയ്ക്കുന്നത് നല്ലതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങളുടെ ആധുനിക വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ചിരുന്നു. അദ്ദേഹം 1875 ഒരു കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. അതിപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളും കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. 1900കളുടെ തുടക്കത്തിൽ രാജ്യത്തെ വരേണ്യ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൽ ശക്തമായി വിശ്വസിച്ചിരുന്നു. അതിന്റെ ഫലമായി 1906 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമായി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം ലക്ഷ്യമിട്ട് ബ്രിട്ടീഷുകാർ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ പിന്തുണച്ചു. വൈസ്രോയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ടറേറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. അത് കോൺഗ്രസ് എതിർത്തു. അത് വിഭജനത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചു. ഈ സമയത്ത് സരോജിനി നായിഡുവിനെ പോലെയുള്ളവർ ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡറായി കണ്ടു. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ ഡിവിഡ് ആൻഡ് റൂൾ ഉപയോഗിക്കാനുള്ള അവസരം കാണുകയും പ്രത്യേക ഇലക്ടറേറ്റുകൾ അംഗീകരിക്കുകയും ചെയ്തു. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അംഗീകരിച്ച മോർലി മിന്റോ റീഫോംസ് എന്നറിയപ്പെടുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾക്കും മുസ്ലിം വോട്ടർമാർക്കും മാത്രമായി സംവരണം ചെയ്ത സീറ്റുകളാണ് ഇതിനർത്ഥം. പിന്നീട് 1919 ഇന്ത്യൻ കൗൺസിൽ നിയമം സിഖുകാർക്കും യൂറോപ്യന്മാർക്കും ആംഗ്ലോ ഇന്ത്യക്കാർക്കും സമാനമായ പ്രാധാന്യം നൽകി. ഭിന്നിപ്പും ഭരിക്കുന്ന നയവും രാജ്യത്ത് മതങ്ങൾക്കിടയിൽ വിഭജനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ഹിന്ദുക്കളുടെ ഒരു വിഭാഗത്തിന് തങ്ങളുടെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന തോന്നലിലേക്ക് നയിച്ചു. അതിന്റെ ഫലമായി മദൻ മോഹൻ മാളവ്യ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ രൂപീകരിച്ചു.
1925 കേശവ് ബലിറാം രാഷ്ട്രീയ സ്വയം സേവക് സംഘം RSS എന്ന മറ്റൊരു ഹിന്ദു സംഘടന സ്ഥാപിച്ചു. ചില മുസ്ലിങ്ങൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഭയപ്പെട്ടപ്പോൾ ചില ഹിന്ദുക്കൾ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് സ്വന്തം സുരക്ഷ അപകടത്തിലാണെന്ന് തോന്നിത്തുടങ്ങി. ബ്രിട്ടീഷുകാർ ചരിത്രപരമായ വിവരണങ്ങളെ വളച്ചൊടിച്ചു. ഹിന്ദുക്കൾ മുസ്ലിം ഭരണാധികാരികളെ എതിർക്കുന്നു എന്ന് വരുത്തി തീർത്തു. ഈ വാദങ്ങൾ ഉണർന്നു വന്നു. 1909 ലഫ്റ്റനന്റ് കേണൽ UN മുഖർജി ഹിന്ദുക്കൾ മരിക്കുന്ന വംശം എന്ന തലക്കെട്ടിൽ കത്തുകൾ എഴുതി. ദ്രുതഗതിയിലുള്ള മുസ്ലിം ജനസംഖ്യ വളർച്ച കാരണം ഹിന്ദു ജനസംഖ്യ കുറയുന്നു എന്ന ഭയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നും ഒരു വികാരം പ്രതിധ്വനിക്കുന്നു. ഈ ഭയം 1920കളിൽ മതകലാപങ്ങളിലേക്ക് നയിച്ചു. ഇത് വർദ്ധിച്ച വർഗീയ കലാപത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ലഫ്റ്റനന്റ് കേണൽ UN മുഖർജി അതിവേഗം വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ ഒടുവിൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നതിലേക്ക് നയിക്കുമെന്ന് ഭയപ്പെട്ടു. അതിന്നും പ്രതിധ്വനിക്കുന്നുണ്ട്. രാജ്യത്ത് മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. നേരെ മറിച്ച് ചില മുസ്ലിങ്ങൾ ഹിന്ദു ആധിപത്യത്തെ ഭയപ്പെട്ടു. പരസ്പര ആശങ്കയും പിരിമുറുക്കവും സൃഷ്ടിച്ചു. ഈ ഭയം കാലക്രമേണ 1920കളിൽ തുടങ്ങി കലാപങ്ങളായി വളർന്നു. അത് ആ ദശകത്തിൽ കൂടുതൽ പ്രകടമായി. ഈ കലാപങ്ങളിലും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് പിന്നിലെ കൃത്യമായ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് 1920കൾക്ക് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചത്? സവർക്കർ, ജിന്ന, നേതാജി, സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി എന്നിവർ എങ്ങനെ പ്രവർത്തിച്ചു? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ ഒരു പുതുതായി സ്വതന്ത്ര രാജ്യമായിരുന്നു. ഏകദേശം 200 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അതിന്റെ സ്വാതന്ത്ര്യം നേടിയത് നീണ്ടതും കഠിനവുമായ പോരാട്ടത്തിന് ശേഷമാണ്. ബ്രിട്ടന്റെ വിടവാങ്ങൽ സന്തോഷം നൽകി. എന്നാൽ തുടർന്നുള്ള വിഭജനം ഭയാനകമാണ്. ചുരുക്കത്തിൽ 1920കളുടെ ഹിന്ദു ദേശീയതയുടെ വളർച്ച ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇടയ്ക്കിടെയുള്ള കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് മുമ്പ് അത്തരം കലാപങ്ങൾ അസാധാരണമായിരുന്നു. വിനായക് ദാമോദർ സവർക്കർ ഹിന്ദു ദേശീയതയിലെ ഒരു പ്രധാന വ്യക്തിയാണ്. കൂടാതെ ഹിന്ദുത്വ എന്ന പദം ജനകീയമാക്കി. തുടക്കത്തിൽ ജിന്നയെ പോലെ സവർക്കറും രാജ്യസ്നേഹിയായിരുന്നു. സഹോദരൻ ഗണേഷിനൊപ്പം അഭിനവ് ഭാരത് സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ചു. 1923 അദ്ദേഹം ഹിന്ദുതയുടെ ആവശ്യങ്ങൾ എഴുതി. സവർക്കർ ഒരു നിരീശ്വരവാദിയാണെങ്കിലും അദ്ദേഹം ഹിന്ദുത്വത്തെ ഒരു മതപരമായ ആശയത്തേക്കാൾ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായാണ് വീക്ഷിച്ചത്. സവർക്കർ ശുദ്ധ ഹിന്ദു രക്തത്തിന് ഊന്നൽ നൽകി. ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും അദ്ദേഹം തന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തി. എന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒഴിവാക്കി. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ ഹിന്ദു മഹാസഭയിലോ മുസ്ലിം ലീഗിലോ ഉള്ള ആർക്കും കോൺഗ്രസിൽ ചേരാൻ പാടില്ലെന്ന നിബന്ധന ഏർപ്പെടുത്തി. അതുപോലെ നൗജവാൻ ഭാരത് സഭയ്ക്കുള്ള ഭഗത് സിംഗിന്റെ പ്രകടന പത്രികയിൽ ഏതെങ്കിലും വർഗീയ സംഘടനയുമായി ബന്ധമുള്ള അംഗങ്ങളെ നിരോധിച്ചിരുന്നു. എന്നാൽ മതഭ്രാന്ത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. സമാനമായ വ്യത്യാസങ്ങൾ ലോകമെമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് യഹൂദ ദേശീയവാദികൾ തങ്ങളുടെ രാജ്യത്തേക്കാൾ മതത്തിന് മുൻഗണന നൽകുകയും തങ്ങളുടെ രാജ്യം മതത്താൽ തിരിച്ചറിയപ്പെടണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. മുസ്ലിം ദേശീയവാദികളും സമാനമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗിലെ നിരവധി അംഗങ്ങൾ റഹ്മത്ത് അലി, സുഹ്റവർദി, പിന്നീട് ജിന്ന എന്നിവരെ പോലെ മുസ്ലിം ദേശീയവാദികളായിരുന്നു. ഇതിന് വിപരീതമായി മൗലാന ആസാദിനെയും ഖാൻ അബ്ദുൾ ഗഫാർ ഖാനെയും പോലെയുള്ള ദേശീയ മുസ്ലിങ്ങൾ മതത്തേക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകുന്നതിൽ വിശ്വസിക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. വിവിധ ദേശീയ മുസ്ലിം പാർട്ടികൾ ഉൾപ്പെടെ ഓൾ ഇന്ത്യൻ ആസാദ് മുസ്ലിം കോൺഫറൻസ് മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അവരുടെ മതത്തിന് മാത്രമായി ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിനെതിരെ വാദിച്ചു. 1930കളോടെ ഇന്ത്യയിൽ 3 വ്യത്യസ്ത പ്രത്യയശാസ്ത്ര ധാരകൾ നിലനിന്നിരുന്നു. ഹിന്ദു ദേശീയത, മുസ്ലിം ദേശീയത, ഇന്ത്യൻ ദേശീയത. രാജ്യത്തിന്റെ വിഭജനം അടിസ്ഥാനപരമായി ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഫലമായിരുന്നു. 1933 ജനുവരിയിൽ റഹ്മത്ത് അലി ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തു. പാകിസ്ഥാൻ എന്ന തന്റെ ലഘുലേഖയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. മുസ്ലിങ്ങൾ അപകടത്തിലാണെന്നും അവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ പ്രത്യേക രാജ്യം ആവശ്യമാണെന്നും അദ്ദേഹം വാദിച്ചു. ഇന്ത്യയുടെ 5 വടക്കൻ യൂണിറ്റുകൾ ഇന്ത്യൻ ഫെഡറേഷനിൽ നിന്ന് സ്വതന്ത്രമായി ഒരു മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനിടെ 1937 ഹിന്ദു മഹാസഭയുടെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ദ്വിരാഷ്ട്ര പ്രമേയം അംഗീകരിച്ചു. ചോദ്യം ഉയർന്നു വരുന്നു, അദ്ദേഹം 2 രാഷ്ട്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്?
പരിമിതമായ അവകാശങ്ങളുടെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുന്ന ഒരു രാജ്യമാണോ അദ്ദേഹം വിഭാവനം ചെയ്തത്? അതോ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക നിയമങ്ങളും ഭരണ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമാണോ അദ്ദേഹം വിഭാവനം ചെയ്തത്? 1939 ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം കുറിച്ചു. ജർമ്മനിക്കെതിരെ ഇന്ത്യയും പോരാടുമെന്ന് ഇന്ത്യയുടെ വൈസ്രോയി ലിലിൻകോ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും കോൺഗ്രസ് എതിർത്തു. ബ്രിട്ടീഷുകാർക്ക് വ്യവസ്ഥകൾ നിരത്തി. ഇന്ത്യക്കായി ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുക, ഒരു ഭരണഘടനാ അസംബ്ലി സൃഷ്ടിക്കുക, എങ്കിൽ മാത്രമേ ഇന്ത്യ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കൂ എന്ന് വ്യക്തമാക്കി. ലിലിൻകോ ഈ ആവശ്യങ്ങൾ നിരസിച്ചു. ലിലിൻകോയ്ക്ക് സവർക്കർ പിന്തുണ വാഗ്ദാനം ചെയ്തു. സവർക്കർ ലിലിൻകോയെ കാണുകയും ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു. ഹിന്ദു മഹാസഭ സവർക്കറുടെ അഭിപ്രായത്തിൽ യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണമെന്ന് വിശ്വസിച്ചിരുന്നു. 1937 രാജ്യവ്യാപക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റുകളും നേടി. അതിശയകരമെന്ന് പറയട്ടെ, മുസ്ലിം ദേശീയവാദിയായ ജിന്നയും ഹിന്ദു ദേശീയവാദിയായ സവർക്കറും ചേർന്ന് സിന്ധ്, ബംഗാൾ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടുകക്ഷി സർക്കാരുകൾ രൂപീകരിച്ചു. ജിന്ന ലിലിൻകോയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു ഫെഡറേഷനേക്കാൾ രാജ്യത്തിന്റെ വിഭജനം ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിൽ പാകിസ്ഥാൻ രൂപീകരിക്കാനുള്ള പ്രമേയം അംഗീകരിച്ചു. മുസ്ലിങ്ങൾ ഭൂരിപക്ഷ ഇന്ത്യയുടെ വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറും പ്രദേശങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഓൾ ഇന്ത്യ ആസാദ് മുസ്ലിം കോൺഫറൻസിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ മുസ്ലിം ലീഗ് ഈ ദിവസം പാകിസ്ഥാൻ ദിനമായി ആഘോഷിച്ചു. 1940 സുഭാഷ് ചന്ദ്രബോസ് സവർക്കറുമായി ജിന്നയുമായി കൂടിക്കാഴ്ച നടത്തുകയും സർവകക്ഷി ഐക്യത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കാനും ഇരുമതങ്ങൾക്കുമിടയിലുള്ള സൗഹാർദ്ദം നിലനിർത്താനും ആഗ്രഹിച്ചു. എന്നാൽ ഇരു നേതാക്കളും സഹകരിക്കാൻ തയ്യാറായില്ല. 1942 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടു. ജനങ്ങളുടെയും അന്യമായ സർക്കാരിന്റെയും കോപം ഉയർന്നപ്പോൾ സ്വതസിദ്ധമായ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് അത് നയിച്ചു. സവർക്കറും ജിന്നയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തിരുന്നു. അവർ പ്രസ്ഥാനം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷ് ആർമിയിലേക്ക് സൈനികർക്കായി ഒരു കൂട്ട റിക്രൂട്ട്മെന്റ് പോലും അവർ ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തകർക്കാനുള്ള വാഗ്ദാനവുമായി ശ്യാമപ്രസാദ് മുഖർജി ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുകയും ചെയ്തു. ഇതിനിടെ സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനുമായി സഹകരിച്ച് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചു. 1943 ജൂലൈ 5 അദ്ദേഹം INA പരമോന്നത കമാൻഡറായി ചുമതലയേറ്റു. തന്റെ അനുയായികളോട് ഒരു ചരിത്രപരമായ ആഹ്വാനം ചെയ്തു. എനിക്ക് നിങ്ങളുടെ രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് സൈന്യവുമായി ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു. എന്നിരുന്നാലും ജപ്പാന്റെ യുദ്ധത്തിലേക്കുള്ള പ്രവേശനം ഇന്ത്യയെ തുറന്നു കാട്ടിയെന്നും ബ്രിട്ടീഷ് ശത്രുക്കൾക്കെതിരെ ഉടനടി ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചുവെന്നും സവർക്കർ വിശ്വസിച്ചു. അദ്ദേഹം ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളെ ബ്രിട്ടീഷ് സൈനിക സേനയിൽ ചേരാൻ പ്രേരിപ്പിച്ചു. സവർക്കറുടെ പ്രവർത്തനങ്ങൾ ഒരു വഞ്ചനയായി കാണപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യത്തിലും വ്യോമസേനയിലും വലിയ തോതിൽ ചേരാൻ അദ്ദേഹം ഹിന്ദുക്കളെ പ്രേരിപ്പിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പുകൾ വന്നു. 1937 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 109 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. 1946 തെരഞ്ഞെടുപ്പിൽ ജിന്നയുടെ നിയമസാധ്യത കൂടുതൽ വർദ്ധിച്ചു. അദ്ദേഹത്തെ ക്വയ്ത് ഇ ആസാം മഹാനായ നേതാവെന്ന് വാഴ്ത്തി. ഇസ്ലാമിന്റെ പ്രതിച്ഛായയും പ്രതീകാത്മകതയും ഉപയോഗിച്ച് മുസ്ലിം ബഹുജനങ്ങളെ അണിനിരത്താൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇസ്ലാം അപകടത്തിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റാലി ആഹ്വാനമായി മാറിയത്. അദ്ദേഹം ദ്വിരാഷ്ട്ര സിദ്ധാന്തം വാദിക്കുകയും ഒരിക്കൽ ഗാന്ധിയുമായി അകൽച്ചയ്ക്ക് കാരണമായ മതപരവും ജനകീയവുമായ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഹിന്ദു മഹാസഭയുടെ സീറ്റുകൾ 12 നിന്ന് 0 കുറഞ്ഞു. ശ്യാമപ്രസാദ് മുഖർജി ഒരു സ്വതന്ത്ര സീറ്റ് നേടി. മുസ്ലിം ലീഗ് സീറ്റുകൾ 109 നിന്ന് 425 ഉയർന്നു. മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ജിന്നയെ കാണാനുള്ള മറ്റൊരു കാരണം ഇതാണ്. 1945 UK നടന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ചിലിന് പകരം ഇടതുപക്ഷ ലേബർ പാർട്ടി രാഷ്ട്രീയക്കാരനായ ക്ലെമന്റ് ആറ്റ്ലിയെ നിയമിച്ചു. അന്ന് UK പ്രധാനമന്ത്രി ആയിരുന്ന ആറ്റ്ലി വിഭജനത്തെ എതിർക്കുകയും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. 1946 അദ്ദേഹം ക്യാബിനറ്റ് മിഷനെ അയച്ചു. 1943 ലിലിൻകോയ്ക്ക് പകരം വേവൽ ഇന്ത്യയുടെ അടുത്ത വൈസ്രോയിയായി. അദ്ദേഹം വിഭജനത്തിന് എതിരായിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ പദ്ധതി വികലമായിരുന്നു. ഇന്ത്യയെ ABC സ്റ്റേറ്റുകളായി വിഭജിക്കാൻ അവർ നിർദ്ദേശിച്ചു. ജിന്നയാകട്ടെ
AB ഗ്രൂപ്പുകൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിശ്വസിച്ച് പദ്ധതിയെ പിന്തുണച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇരുവശത്തു നിന്നും പ്രകോപനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കലാപമുണ്ടായി. 1946 ഓഗസ്റ്റ് 15-ന് ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചു. ഇത് കലാപത്തിനുള്ള ആഹ്വാനമായി കണക്കാക്കപ്പെടുന്നു. കൽക്കത്തയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നിരവധി ഹിന്ദു മരണങ്ങൾക്ക് കാരണമായി. ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഗാന്ധി തന്റെ ജീവൻ പണയപ്പെടുത്തി. UK പുതിയ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പുതിയ വൈസ്രോയും വിഭജനത്തെ എതിർത്തപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ യോജിപ്പില്ലാത്തതിനാൽ 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൻ പ്ലാൻ അംഗീകരിക്കപ്പെട്ടു. മൗണ്ട് ബാറ്റണിന് 1948 ജൂൺ വരെ സമയമുണ്ടായിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങൾ അദ്ദേഹം നടപടികൾ വേഗത്തിലാക്കി. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള മാസങ്ങളിൽ കാര്യമായ സംഘർഷങ്ങളും കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും സംഭവിച്ചു. 1947 ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്കായി ഒരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടു. അതേസമയം ഇന്ത്യ ഒരു മതേതര രാജ്യമായി തുടർന്നു. 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മഹത്തായ ചിഹ്നം അവസാനമായി ഇറങ്ങി. പുതിയ ഇന്ത്യൻ സർക്കാരിന്റെ ബാനർ മാറി. സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഹിന്ദുക്കൾ വിഭജനത്തെ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചു. മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ സ്ഥാപിക്കപ്പെട്ടു. ഈ വീഡിയോയുടെ സന്ദേശം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? എന്തായിരുന്നു പാഠങ്ങൾ? താഴെ കമന്റ് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ രണ്ട് വശത്തുള്ള തീവ്രവാദികൾക്ക് മറുവശത്തുള്ള തീവ്രവാദികൾ ആവശ്യമാണ് എന്നതാണ്. നേതാക്കൾ പരസ്പരം പ്രകോപിപ്പിക്കുകയും ജനങ്ങളെ ഇളക്കിവിടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് അവരുടെ രാജ്യത്തേക്കാൾ അവരുടെ മതങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ കഥ ഇതായിരുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക.